പരിഷത്തിൻ്റെ വളർച്ചയുടെ ഒരു രണ്ട് ഘട്ടങ്ങൾ, ഇപ്പോൾ മൂന്നാമത്തെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ, ചർച്ചയാവുന്നതാണ്. ആ രണ്ട് ഘട്ടങ്ങൾ രണ്ട് സമകാലീന സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ള കേരളത്തിലെ ശാസ്ത്രപ്രവർത്തകരുടെ പ്രതികരണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തേത് 1962 പരിഷത്തുണ്ടായപ്പോഴാണ്. പരിഷത്തുണ്ടായ സമയത്ത് പൊതുവിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമുള്ള ഒരു ദേശീയ പുനർനിർമ്മാണത്തിൻ്റെതായൊരു ഘട്ടമായിരുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം ജനങ്ങളിലുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതനുസരിച്ച് ശാസ്ത്രജ്ഞരെന്ന് വിളിക്കുന്ന ആളുകൾ ഈ പറയുന്ന സാമൂഹ്യ പരിസ്ഥിതിയോട് പ്രതികരിക്കണം എന്നുള്ള ധാരണയോടുകൂടി ഏതാനും ചില ശാസ്ത്രപ്രവർത്തകരാണ് പരിഷത്തിന് രൂപം നൽകിയത്. പിന്നീട് ഏതാണ്ട് അതേ രൂപത്തിൽ തന്നെ കുറെ കാലം അത് തുടരുകയും ചെയ്തു. നമുക്കൊക്കെ അറിയുന്ന പോലെ 1980കളുടെ അവസാനം എത്തിയപ്പോൾ അപ്പോഴാണ് ഇതിനൊരു മാറ്റം സംഭവിച്ചു തുടങ്ങി. ഒന്ന്, ഇന്ത്യ അപ്പോൾ നേരിട്ടിരുന്ന വെല്ലുവിളികളിൽ മാറ്റമുണ്ടായി. പുതിയ തരത്തിലുള്ള സങ്കേതങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് ആരംഭിച്ചു. ആ സമയത്താണ് ത്രിമൂർത്തികൾ എന്നൊക്കെ വിളിച്ചിരുന്ന IMF, ലോകബാങ്ക്, ഗാട്ട് ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടം ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ വളർന്നു വന്നു. അതിനോടൊപ്പം തന്നെ വിവിധ സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചുള്ള ധാരണയും മാറി. കേവലമായിട്ടുള്ളൊരു ശാസ്ത്രപ്രചരണത്തിനപ്പുറം സാക്ഷരത പോലെയുള്ള സംഗതികളിൽ IRTC പോലെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി തദ്ദേശീയ സാങ്കേതിക വിദ്യകളിൽ ഒക്കെ തന്നെ ഇടപെടുക. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഒക്കെ ഇടപെടുക എന്നുള്ള രീതിയിലേക്ക് മാറി. അതേസമയം തന്നെ അക്കാലത്ത് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിരുന്നു ആഗോളതലത്തിൽ. ഒന്ന്, എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഫ്രീഡ്മാനിയൻ തീസിസ് എന്നൊക്കെ വിളിക്കാവുന്ന നവലിബറലിസം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ഒരു ചൂഷണ രൂപത്തിലേക്ക് മുതലാളിത്തവും സാമ്രാജ്യത്വവും അപ്പാടെ മാറി. അതിനോടൊപ്പം തന്നെ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ പതനവും കിഴക്കേ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ മാറ്റവും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് സോഷ്യലിസം എന്ന് പറയുന്നതിന് ഒരു തിരിച്ചടി സംഭവിച്ചു എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം അക്കാലത്തുണ്ടായി. അപ്പോൾ സാമൂഹ്യ വിപ്ലവം എന്നൊക്കെ പറയുന്ന അതുവരെ പരിഷത്ത് പറഞ്ഞിരുന്ന ആശയങ്ങൾക്ക് സാർവലൗകിക തലത്തിൽ, സാർവദേശീയ തലത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടൊരു ഘട്ടമാണ് 1990കളിൽ ഉണ്ടായി വരുന്നത്. ഇതിനോടെങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പരിഷത്ത് മുഴുവനും ചർച്ച ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ പരിഷത്തിൽ കുറെ പേർ അതിനോട് പ്രതികരിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തി, പലതരത്തിലുള്ള ക്ലാസ്സുകൾ നടത്തി, ക്യാമ്പുകളിലും അത് അവതരിപ്പിക്കപ്പെട്ടു.
അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പുതിയ ജനാധിപത്യ രൂപത്തെക്കുറിച്ചൊക്കെയുള്ള ചർച്ച അക്കാലത്തുണ്ടായിരുന്നു. അതെങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും രണ്ടും ഇക്കാലത്തുണ്ടായിട്ടുണ്ട്. അതും കഴിഞ്ഞ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഒരു മൂന്നാമത്തെ ഘട്ടം എന്ന് വിളിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെന്താണ് എന്നുള്ളതൊന്ന് പൊതുവിലൊന്ന് വിശദീകരിക്കുക മാത്രമാണ് ഞാനിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്ന ക്ലാസ്സായിട്ട് മാറുക എന്ന് ഞാൻ കരുതുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് 1970-കൾ മുതൽ 80-കളിൽ ഒക്കെ തന്നെ അതുവരെ നിലനിന്നിരുന്ന അക്കാലത്തെ മുതലാളിത്ത ലോകത്തിൽ നിലനിന്നിരുന്ന ചില ആശയങ്ങൾ, അതിന് സാധാരണയായിട്ട് റെഗുലേറ്റഡ് ക്യാപിറ്റലിസം എന്നൊക്കെ പറയും. അതായത് ചിലരതിനെ സ്റ്റേറ്റ് മൊണോപ്പൊളി ക്യാപിറ്റലിസം എന്ന് വിളിക്കും, പല പേരുകൾ തന്നെ വിളിക്കും. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും സ്വകാര്യ മൂലധനം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ട് മാത്രമേ, സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ, തൊഴിലില്ലായ്മ ഇല്ലാതാക്കൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാർവത്രികമായ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തൽ, എല്ലാവർക്കും റേഷൻ പോലെയുള്ള എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ഉറപ്പുവരുത്തുകൾ, സാർവത്രിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തൽ തുടങ്ങി സ്റ്റേറ്റിന് ചെയ്യേണ്ട ചില റോളുകൾ അവർ വഹിച്ചുകൊണ്ട് മാത്രമേ ഒരു സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ കഴിയുള്ളൂ എന്നുള്ള ധാരണ, അത് ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റെ ഒക്കെ ധാരണയാണ്. ആ ധാരണ വളരെ ഡോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നൊരു ഘട്ടമാണ് 1970-കൾ വരെ. എന്നാൽ പിന്നീടാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഫ്രീഡ്മാനിയൻ തീസിസ് രംഗത്ത് വരികയും, അതിനു മുമ്പ് തന്നെ ഈ തീസിസ് നേരത്തെ തന്നെ ഉണ്ട്. 1930-കളിൽ തന്നെ യഥാർത്ഥത്തിൽ ഇത് ഒരു വശത്തു നിന്നുകൊണ്ട് ഇവരത് പറയുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ആവശ്യമില്ല, സ്വതന്ത്ര വാണിജ്യ വ്യവസ്ഥയാണ് നമുക്ക് ആവശ്യം, സ്വതന്ത്രമായിട്ടുള്ള ഗതാഗത വ്യവസ്ഥയാണ് നമുക്ക് ആവശ്യം, മാർക്കറ്റിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള ഇടപെടലും മാർക്കറ്റിൻ്റെ പാടില്ല എന്ന് പറയുന്ന ഒരു തീസിസ് 1930-കളിൽ തന്നെ 30-കളിൽ തന്നെ ആരംഭിച്ച ഒരു രീതിയാണത്. അത് പിന്നീട് ചിലർ കേട്ട് കാണുന്ന ഫെഡറിക് ഹായക്ക് എന്ന് വിളിക്കുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പേര്, ലഡ്വിഗ് ഫോൺ മേസസ്, ഇപ്പോൾ ഏതാണ്ട് മിക്കവാറും ഒരു പ്രമുഖരായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നോബൽ സമ്മാനം കിട്ടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഭൂരിഭാഗവും എൻ്റെ വക്താക്കളാണ്. അവർ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സങ്കല്പം, മറ്റെന്തും ഹയക്ക് പറഞ്ഞ പോലെ റോട്ട് സർഫ്ഡമാണ്, കുടിയായ്മയിലേക്കുള്ള നീക്കമാണ്. അത് സോഷ്യലിസം ആയാലും തിരക്കട്ടില്ല, കെയ്ൻസിയൻ ടൈപ്പ് സ്റ്റേറ്റ് റെഗുലേറ്റഡ് ക്യാപിറ്റലിസം ആയാലും തിരക്കട്ടില്ല, രണ്ടായാലും അത് ഒരർത്ഥത്തിൽ പറഞ്ഞ കുടിയായ്മയിലേക്കുള്ള, കീഴാളത്വത്തിലേക്കുള്ള നീക്കമാണ്. അതിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടുള്ളൊരു സർവതന്ത്ര സ്വതന്ത്രമായ മാർക്കറ്റ് കമ്പോളം എന്ന് പറയുന്നൊരാശയം ഇവരൊക്കെ കൂടി മുന്നോട്ട് വയ്ക്കുകയും, മിൽട്ടൺ ഫ്രീഡ്മാൻ, അദ്ദേഹം ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായതിനു ശേഷം അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നിരവധി ആളുകളെ, നിരവധി വിദ്യാർത്ഥികൾ
അതിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ഭരണസാരഥികളായിട്ടുള്ള അരവിന്ദ് പാനഗേറിയ, അരവിന്ദ് സുബ്രഹ്മണ്യൻ, രഘുരാം രാജൻ, ഇവരൊക്കെ അതിൽ പെടും. അത്തരത്തിലുള്ള എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ സംഘം ഈ മാർക്കറ്റ് ഫണ്ടമെൻ്റലിസം എന്നൊക്കെ വിളിക്കുന്ന ഒരു രീതി അവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ മാർക്കറ്റിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ കുറച്ചു കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിനുള്ള ഒരു ആയുധമായി കണ്ടത് ധനമൂലധനത്തെ, ഫിനാൻസ് ക്യാപിറ്റൽ, ധനമൂലധനത്തെയാണ് അതിൻ്റെ പ്രധാനമായിട്ട് ഇതിൽ ബാങ്കുകൾ പ്രവർത്തിപ്പിക്കും. അപ്പോൾ IBRD, ലോകബാങ്ക് തന്നെ നല്ല ഉദാഹരണം, IMF മറ്റൊരു ഉദാഹരണം. ബാങ്കുകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ധനവിനിമയം എന്ന് പറയുന്നത് വ്യാപകമാക്കി മാറുന്നതോടുകൂടി ഏത് തരത്തിലുള്ള ഉൽപാദന മേഖലയും, അതായത് മാനുഫാക്ചറിങ് സെക്ടർ, ഉൽപാദന മേഖലയും ഈ ധനമൂലധനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയും. ധനം തന്നെ ഒരു ചരക്കായി മാറും. അത് കൈമാറ്റം ചെയ്യുന്നതിലൂടെ നമുക്ക് അത് കൺട്രോൾ ചെയ്യുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്തികൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചുള്ളത് അയാൾക്ക് ലോകത്തിലുള്ള ഏത് മാനുഫാക്ചറിങ് സെക്ടറിനെയും അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പിന്നീട് ഈ സ്റ്റേറ്റിൻ്റെ ഇടപെടൽ പിന്നീട് ആവശ്യമായി വരില്ല. അതിനു പകരം സ്റ്റേറ്റ് നിയന്ത്രിക്കുകയോ സ്റ്റേറ്റ് നിയന്ത്രിക്കാതിരിക്കുകയോ ചെയ്യുന്ന ബാങ്കുകൾ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഫെഡറൽ റിസർവ്, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് മൂലധന പ്രക്രിയ നിയന്ത്രിക്കാൻ കഴിയും. പിന്നീട് ഭരണകൂടത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, അത് ആവശ്യം വരുമ്പോൾ ഇടപെട്ടാൽ മതി എന്നുള്ള ധൈര്യമാണെന്നുണ്ടാകും. ഇത് കുറച്ചു കാലത്തേക്ക് ഇത് പ്രവർത്തിക്കുന്ന പോലെ തോന്നിച്ചു. പക്ഷേ സ്ഥിതിഗതികൾ അത്ര എളുപ്പമല്ല എന്നുള്ളത് 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം എത്തുമ്പോഴേക്കും അത് പ്രകടമായി. ധനമൂലധനം ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനെ നിയന്ത്രിക്കാനുള്ള ശേഷി എന്ന് പറയുന്നവർ അവർ കാണുകയും ചെയ്തു. രാജ്യങ്ങളെ തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷി യഥാർത്ഥത്തിൽ ധനമൂലധനത്തിനുണ്ട് എന്നുള്ളത് തെളിയിച്ചു. ഏറ്റവും നല്ല ഉദാഹരണങ്ങളൊന്ന് നമ്മുടെ അടുത്ത് വന്ന ശ്രീലങ്കയുടെ പ്രശ്നമാണ്. ശ്രീലങ്ക മഹിന്ദ രാജപക്ഷയുടെയൊക്കെ തകർച്ച എന്ന് പറയുന്നത് ഉണ്ടായി വന്നത് IMFൻ്റെ വായ്പ എന്ന് പറയുന്നത് തിരിച്ചടയ്ക്കാനുള്ള തത്രപ്പാടിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ഘടനാപരമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് നടത്തിയ പ്രോഗ്രാമുകൾ. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്കുണ്ട്. അത് എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിക്കുകയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് സാധാരണ കൃഷി മാറ്റി ഓർഗാനിക് ജൈവ കൃഷിയിലേക്കുള്ള മാറ്റം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ജൈവ കൃഷി വ്യാപിച്ചതോടുകൂടി അവിടുത്തെ കാർഷിക വ്യവസ്ഥ മുഴുവൻ തകരുകയാണ് ഉണ്ടായത്. അങ്ങനെയൊക്കെയുള്ളൂ. ഇതൊക്കെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ നിർബന്ധിതമായി ഏതൊരു രാജ്യത്തിലും വരുത്താവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വായ്പയുടെ ഘടനയിലേക്ക് വന്നതോടുകൂടി നമുക്ക് ഈ രാജ്യങ്ങൾ പിടിച്ചു കിട്ടാൻ മതി എന്ന് മാത്രമല്ല, മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി കണ്ടിരുന്ന ഗ്രീസിലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്, സൈറസയുടെ ഗവൺമെൻറ് തകർന്നു പോയത് മറ്റൊരു ഉദാഹരണം. അതും IMF വായ്പയുടെ അടിസ്ഥാനത്തിലാണ് തകരുന്നത്.
അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഇടപെടലുകൾ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും വലിയ റെസിസ്റ്റൻസ് പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കണ്ടു. അതൊന്ന്. മറ്റൊന്ന് അതിനോടൊപ്പം തന്നെ നടന്നത് അത് ഫിനാൻസ് മൂലധനം എങ്ങോട്ടൊക്കെ പോകണം, എന്തിലേക്കാണ് അവർ നിക്ഷേപിക്കേണ്ടത്, അവിടെയാണ് ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്ന സംഗതിയുടെ വലിയൊരു പ്രാധാന്യം ഉണ്ടായത്. എവിടെ നിന്നാണോ കൂടുതൽ ലാഭം കിട്ടുന്നത് അത് ഇപ്പോൾ ആവണമെന്നില്ല, അടുത്ത 10 വർഷത്തിൽ 20 വർഷത്തിനകത്താകാം. അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഒക്കെ തന്നെ ധനം എന്ന് പറയുന്നത് പ്രവഹിക്കാനായിട്ട് ആരംഭിച്ചു. പല സ്ഥലങ്ങളിലും അത് ഉണ്ടായില്ല, ആ പണം തിരിച്ചു വന്നില്ല. ഏറ്റവും ഭീകരമായ അവസ്ഥയുണ്ടായി 2008 ബാങ്ക് തകർച്ചയ്ക്ക് കാരണമായി തീർന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലേക്കുള്ള ധനപ്രവാഹമാണ്. ബിൽഡിങ് അത് പണിയാൻ വേണ്ടി എന്ന് വെച്ചാൽ പണിതിട്ടില്ല, പണിയുന്നതിന് മുമ്പ് തന്നെ ഊഹക്കച്ചവടക്കാര് ആ പറയുന്ന പണിത് തീർന്ന കെട്ടിടത്തിൻ്റെ അതിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും കാണിച്ചിട്ട്, ഡിജിറ്റൽ മാപ്പൊക്കെ കാണിച്ചിട്ട് അതിനൊക്കെ പണം വാങ്ങിക്കുകയും ഈ പണം വാങ്ങിച്ച പണം അവസാനം പണം ഈ കെട്ടിടം കെട്ടാതിരിക്കും തിരിച്ചടയ്ക്കാതിരിക്കുകയും, തിരിച്ചടയ്ക്കാതിരിക്കുമ്പോഴാണ് ബാങ്കിന് മനസ്സിലാവുന്നത് പണം തിരിച്ചു വരുന്നില്ല എന്നുള്ളത്. അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ ബാങ്കിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ ബാങ്കിന് പലപ്പോഴും ബാങ്കിൽ എപ്പോഴും തകർച്ചയിലേക്ക് നീങ്ങുകയാണുണ്ടായത്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒരേ ഏരിയയാണ്, ഞാൻ എല്ലാ ഏരിയകളും പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഊഹക്കച്ചവടം, സ്പെക്കുലേഷൻ മാർക്കറ്റ്, ഡെറിവേറ്റീവ് ട്രേഡ് എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഊഹക്കച്ചവടത്തിൻ്റെ സ്പെക്കുലേഷൻ മാർക്കറ്റിൻ്റെ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന പണത്തിൻ്റെ ഹെഡ്ജ് ഫണ്ട് എന്നൊക്കെ പറയും. ആ പണം എന്ന് പറയും തിരിച്ചു വരാതിരിക്കുമ്പോൾ ബാങ്കുകൾ തന്നെ പാപ്പരായി പോകുന്നൊരവസ്ഥയിലേക്ക് നീങ്ങി. പല ബാങ്കുകളെയും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടിട്ട്, അമേരിക്കൻ ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടിട്ട് ബാങ്കുകളെ തിരിച്ചു പിടിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു. AIG പോലെയുള്ള ബാങ്കുകൾ, ഗോൾഡ്മാൻ സാക്സ്, അവയൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ വന്നോണ്ട് ഇത് ആദ്യമായിട്ടല്ല ഇമാതിരി പണി ചെയ്യേണ്ടി വരുന്നത്. പലപ്പോഴും ഈ കടം കയറി മുടിഞ്ഞുപോയ മറ്റേ കമ്പനികളൊക്കെ തന്നെ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പലതും പൂട്ടിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്കൂടി എൻറോണൊക്കെ പൂട്ടിപ്പോയ കമ്പനികളിൽ പെടുന്ന ഇവിടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ പണമാണ് അതിനുവേണ്ടി ചിലവാക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പണം എന്ന് പറഞ്ഞാൽ റവന്യൂ എമൗണ്ടാണ്, റവന്യൂ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. അങ്ങനെ പൈസ പോകാൻ തുടങ്ങിയോടുകൂടി പഴയതുപോലെ അത്ര ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാതെ എന്തൊക്കെയോ തകരാറുകളുണ്ട്. തകരാറുകൾ സംഭവിക്കുന്ന മുഴുവനും മുതലാളിത്തത്തിൻ്റെ വളർച്ചയിൽ വന്ന തകരാറുകളാണ്. അത് ഒന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഒന്ന് പറയാം. വളർച്ചയിൽ വന്ന തകരാറുകളാണ്, അതിലേക്ക് വരാം. പക്ഷെ അത് വന്നതോടുകൂടി 2008 ശേഷം 2008 തകർച്ച, 2008 തകർച്ച ഒരു മാന്ദ്യമായി മാറുന്നു. ആ മാന്ദ്യത്തിൽ നിന്ന് കരകയറാനായിട്ട് പിന്നെ രാഷ്ട്രങ്ങൾ വല്ലാതെ പാടുപെടുന്നു. വീണ്ടും അത് 2018 കോവിഡിന് മുമ്പ് തന്നെ മറ്റൊരു മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നു. കോവിഡ് വന്നതോടുകൂടി പൂർണ്ണമായിട്ടും തകർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് പല സ്ഥലങ്ങളിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ 0.4, 0.1%, 1% താഴെയൊക്കെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്, വളർച്ചാ നിരക്കുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയൊക്കെ വന്നതോടുകൂടി പഴയ പോലെയുള്ള ശുഭാപ്തി വിശ്വാസം ഇപ്പോൾ നവലിബറൽസ് സംബന്ധിച്ചില്ല. പലരും ഇപ്പോൾ പറയുന്നത് ട്രംപിൻ്റെ പുതിയ തീരുവകൾ വന്നതോടുകൂടി
നവലിബറലിസം അവസാനിച്ചു എന്ന് വാദിക്കുന്നവർ. ഇനി അങ്ങോട്ട് നവലിബറലിസം ഇല്ല, ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് വരെ വാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു തലം. ഇതെങ്ങനെയാണ് വലത്? ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റു ചില സംഗതികൾ കൂടി വരുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. 1980-കളിൽ ഇത്തരത്തിലുള്ള വലിയൊരു കുതിച്ചുചാട്ടം നടത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകാൻ മറ്റൊരു കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, ഇപ്പോൾ മറ്റേ അധ്യക്ഷ വരെ അത് പറഞ്ഞു, ചർച്ച ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ചയാണ്. ICT സാങ്കേതിക വിദ്യകളുടെ വളർച്ച. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മുഴുവൻ പോകുന്നില്ല ഇവിടെ. ICT സാങ്കേതിക വിദ്യകൾ വളരാനുണ്ടായ ചില സാഹചര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധ. യഥാർത്ഥത്തിൽ 1949-ൽ തന്നെ ആദ്യത്തെ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിക്കഴിഞ്ഞു. കമ്പ്യൂട്ടറിൻ്റെ തിയററ്റിക്കൽ ഫോർമുലേഷൻസ് മുഴുവനും അലൻ ട്യൂറിങ്ങും ക്ലോഡ് ഷാനനും മറ്റുള്ള പലരും കൂടിയിട്ട്, ഹെർബർട്ട് സൈമണും അത്തരത്തിലുള്ള ആളുകൾ കൂടി 1930s മുതൽ 50s വരെയുള്ള കാലഘട്ടത്തിൽ അവർ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പം അത് പുതിയതല്ല എന്നർത്ഥം. AI-യെക്കുറിച്ചുള്ള ആദ്യത്തെ ലേഖനങ്ങളൊക്കെ തന്നെ ഹെർബർട്ട് സൈമണെ പോലെയുള്ള ആൾക്കാർ 60s അവസാനം തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. അന്നൊന്നും നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു? അത് നമ്മളെ വളരെ വിചിത്രമായിട്ട് തോന്നുന്നൊരു കാര്യം, AI പലരും പറയുന്നു ഇപ്പോഴത്തെ ഒരു സാങ്കേതിക വിദ്യ നേരത്തെ തിയററ്റിക്കൽ ഫോർമുലേഷൻ നേരത്തെ ഉണ്ടായിക്കഴിഞ്ഞാണ്. ഇപ്പോഴേ ശ്രദ്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും അവിടെയാണ് ഈ നവലിബറലിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഒക്കെ കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സംഗതി വെച്ച് യൂണിപോളാർ വേൾഡിനെ കുറിച്ചുള്ള ഒരു ഏകധ്രുവ രാഷ്ട്രം എന്ന് പറയുന്നൊരാശയമാണ്. എന്നുവെച്ചാൽ ഏകധ്രുവ രാഷ്ട്രത്തിന്റെ കേന്ദ്രം അമേരിക്ക. അമേരിക്കൻ സാമ്രാജ്യത്വം തന്നെയാണ് ഏകധ്രുവ രാഷ്ട്രം. വേറെ ആരും അതിനെ ചോദ്യം ചെയ്യാനില്ല. ചോദ്യം ചെയ്യാനില്ലാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് ഫിനാൻസ് മൂലധനത്തിൻ്റെ മേലുള്ള അമേരിക്കയുടെ ആധിപത്യം തന്നെയാണ്. അമേരിക്ക ഒരു ലെൻഡിങ് ആൻഡ് ബോറോയിങ് നേഷനാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അവരുടെ ഏറ്റവും കൂടുതൽ അവർ പണം ചെലവാക്കുന്നത്, അവർ മാനുഫാക്ചറിങ്ങിനൊക്കെ കൂടുതലാണ് ലെൻഡിങ് ആൻഡ് ബോറോവിന് വേണ്ടി ചിലവാക്കുന്നത്. പണം ധാരാളമായിട്ട് കടം കൊടുക്കുന്നു, ചില സ്ഥലങ്ങളിൽ നിന്ന് കടം ഇങ്ങോട്ട് വന്നു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ലെൻഡിങ് ആൻഡ് ബോറോയിൻ്റെ, എന്നിട്ട് ആ പണം വാങ്ങിയ പണം പിന്നീട് പലിശ വീണ്ടും തിരിച്ചടയ്ക്കും. എന്ന് വെച്ചാൽ ഇതൊരു സൈക്കിളാണ്. അങ്ങനെ ചെയ്യുന്ന കൂട്ടരാണ്. ഇപ്പോൾ ഫിനാൻസ് മൂലധന നിയന്ത്രണം പിന്നീട് വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ തന്നെ IMFൻ്റെ ഒക്കെ കേന്ദ്രം അമേരിക്ക തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ മുഴുവനും നിയന്ത്രണം അവരുടെ കയ്യിലാണെന്നുള്ള ഉറപ്പ്. രണ്ടാമത്തത് ICT ആണ്. ICTക്ക് കിട്ടുന്ന പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് മാർക്കറ്റിനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത്. ഒരു സ്വതന്ത്ര വിപണി. ആ സ്വതന്ത്ര വിപണിയുടെ സങ്കല്പം വരുമ്പോൾ സ്വതന്ത്രമെന്ന് വിളിക്കുന്ന വിപണി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പരസ്പരം ലിങ്ക്ഡായ, പരസ്പരം നെറ്റ്വർക്കിങ്ങിലൂടെ ലിങ്ക്ഡ് ആയിട്ടുള്ള വിപണി ആയിരിക്കണം. മറ്റു രീതിയിൽ പറഞ്ഞാൽ ലോകമാസകലമുള്ള ഏത് പ്രദേശത്തു നിന്നുള്ള ഉൽപാദനവും, അത് ചൈനയെ പോലെയുള്ള രാഷ്ട്രങ്ങൾ അടക്കമാണ്, ഉൽപാദനവും നിയന്ത്രിക്കാനായി
ഇവർക്ക് കഴിയണം. അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ മാർക്കറ്റിൻ്റെ നിയന്ത്രണം ആവശ്യമാണ്, കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ മേലുള്ള നിയന്ത്രണം ആവശ്യമാണ്, ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളും തമ്മിലുള്ള സമയം എന്ന് പറയുന്നത് കുറയ്ക്കണം. പണ്ട് മാർക്സ് പറഞ്ഞൊരു സംഗതിയാണ്. അതായത് മൂലധനത്തിൻ്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായിട്ട് വരുന്നത് നിങ്ങൾ ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്കുള്ള വിപണനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം ആക്കുക എന്നുള്ളതാണ്. എത്ര വേഗം അവിടെ എത്തുന്നു അത്രയും നല്ലത്. പറ്റുമെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ അത് നേരത്തെ എത്തുന്നെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു എഗ്രിമെന്റ് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഓരോ വിപണനം ഒരു കോൺട്രാക്റ്റിന്റെ രൂപത്തിലേക്ക് മാറുക. ഒരു എഗ്രിമെന്റ് നമുക്കൊക്കെ EMI പേയ്മെന്റിന്റെ രീതി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് വളരെ വ്യാപകമായതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, എല്ലാവരും ഇത് നടത്തുന്നുണ്ട്. EMI പേയ്മെന്റിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതൊരു ഓൾറെഡി നമ്മളൊരു കോൺട്രാക്റ്റിലും ഒപ്പിടുക, നമ്മൾ ട്രാപ്പിഡാണ്. അതിനകത്തുനിന്ന് പിന്നെ മാറാൻ കഴിയില്ല. സാധനം എത്തുന്നു, പേയ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ പേ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ. അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ ഉപകരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള ICT ആണ്. നമ്മളിപ്പോൾ പറയുന്ന മീഡിയയും ടിക്ടോക്കും മറ്റതും മറിച്ചതും ഇല്ലേ, റമ്മി കളിയും ചപ്പ് ചോറൊക്കെ, ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, ഇത് ചെലവാക്കാനുള്ള ഒരു ബൈ പ്രോഡക്റ്റ് മാത്രം. ഇതൊക്കെ പിടിച്ചു വെക്കണമെങ്കിൽ ചില അഭ്യാസങ്ങൾ കാണിക്കാൻ നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ല, പിടിച്ചു വെക്കാനായിട്ട് കഴിയില്ല. അതിനുവേണ്ടി ചെയ്യുന്ന അഭ്യാസങ്ങൾ, കുട്ടികൾക്കുള്ള കളികളൊക്കെ അതിൻ്റെ ഗെയിംസൊക്കെ അതിൻ്റെ ഭാഗം തന്നെ. ബേസിക് സംഭവം ഇത് നടത്തിക്കൊണ്ടു പോകാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കേരളം ഉദാഹരണത്തിന് ഏറ്റവും വലിയ എന്താ പറയണ്ടേ, സാങ്കേതിക സാക്ഷരത നേടിയ, ഡിജിറ്റൽ സാക്ഷരത, ഞാൻ മറന്നുപോയി, സോറി. അതായത് അതിൻ്റെ അർത്ഥം കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഇപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഭാഗമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൂടി നമ്മൾ കാണണം. കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഇപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഭാഗമാണ്. അതാണ് നമ്മുടെ സാക്ഷരത. അപ്പോൾ നമ്മളൊരു വേൾഡ് ക്യാപിറ്റലിസത്തിന്റെ അതിൽ സാക്ഷരരാണ് എന്നർത്ഥം. ഇത് ഉറപ്പുവരുത്താനുള്ള സംഭവം. അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അർത്ഥം വെച്ചാൽ ലോകമാസകലമുള്ള മാനുഫാക്ചറിങ് സെക്ടറുകളെ ഈ ഫൈനാൻസിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മാനുഫാക്ചറിങ് സെക്ടറുകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പല തട്ടുകളിലൂടെ ലോകമാസകലം വ്യാപിപ്പിച്ച്, അതിന് വാല്യൂ ചെയിൻസ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും. ഞാൻ അതിൻ്റെ വീണ്ടും സമയക്കുറവുണ്ട്, അതിലേക്കെല്ലാം പോകുന്നില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ അതിന് മാത്രം ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ വാല്യൂ ചെയിൻസ് ഒക്കെ പ്രത്യേകം വിശദീകരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഈ മാർക്കറ്റിംഗ് നിയന്ത്രണത്തിലൂടെ ഇപ്പോൾ ഇൻഡോനെ ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണങ്ങളൊന്ന് 2010-13 നടന്ന മറ്റേ എന്താ പറയണ്ടേ, നമ്മുടെ ബംഗ്ലാദേശിലെ ഇല്ലേ റാണാ പ്ലാസ എന്ന് പറയുന്ന കെട്ടിടം നെയ്ത്തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്ന കെട്ടിടം അങ്ങനെ തന്നെ കത്തിപ്പോയത്. ആ കത്തിപ്പോയ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള അത്രയധികം നെയ്ത്തൊഴിലാളികൾ ഒരൊറ്റ പോയിന്റിലേക്ക് വരുന്നു. ആ നെയ്ത്തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള കോട്ടൺ ഇന്ത്യ അടക്കമുള്ള
രാജ്യങ്ങളിൽ നിന്നാണ് ഈ കോട്ടൺ അവിടെ എത്തിച്ചിരുന്നത്. അവിടെ നിന്ന് മൾട്ടിനാഷണൽസ് ഇതിന് ഓർഡർ കൊടുക്കുന്നു. ഈ തൊഴിലാളികളെ ഓർഡർ കൊടുക്കുന്ന മൾട്ടിനാഷണലിലേക്ക് അവരുടെ ഏജൻസികൾക്ക് കൊടുക്കുന്നു. ഏജൻസികൾ അത് ഒരു മെയിൻ ഏജൻസിക്ക് കൈമാറുന്നു. അതിനാണ് വാല്യൂ ചെയിൻ എന്ന് വിളിക്കുന്നത്. എന്നുവെച്ചാൽ കോട്ടൺ ഫാർമർ, കോട്ടൺ ഉൽപാദകൻ, ഏജൻസി അതെടുത്തിട്ടൊരു മെയിനായിട്ടുള്ള മറ്റൊരു ഇതിലേക്ക് മറന്നു. എന്നിട്ട് വാൻ ഹൗസൻ, പീറ്റർ ഇംഗ്ലണ്ട് തുടങ്ങിയിട്ടുള്ള പേരുകളിൽ അത് ബ്രാൻഡ് ചെയ്യുന്നു. ആ ബ്രാൻഡ് ചെയ്യുന്ന സാധനം തിരിച്ച് ഇതേ ബംഗ്ലാദേശിലുള്ള ഏതെങ്കിലും മധ്യവർഗ, അങ്ങനെയല്ല പറയേണ്ടത്, മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് വരും. ഇതാണ് ഈ ചെയിൻ. ഒരു ഉദാഹരണമാണ്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് വരുന്നു. ഇതെല്ലാം ഓട്ടോണമസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ഓരോരുത്തർ സ്ഥലത്ത് ഓരോ മുതലാളി ഉണ്ടാവും. ഈ മുതലാളികളുടെ ചെയിൻ ലിങ്ക്ഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നിങ്ങൾ ഈ റാണ പ്ലാസയിൽ കത്തിപ്പോയി കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് അതേ പീറ്റർ ഇംഗ്ലണ്ട് അല്ല നഷ്ടപരിഹാരം കൊടുക്കുക, ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കമ്പനികളല്ല നഷ്ടപരിഹാരം കൊടുക്കുക. പിന്നെ ആരാണ്? ഈ റാണ പ്ലാസയുടെ മുതലാളിയാണ് നഷ്ടപരിഹാരം കൊടുക്കുക. ഇവർക്കൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹെഡ്സ് ഐ വിൻ ടൈൽസ് യു ലൂസ് എന്നുള്ള രീതിയാണ്. ആ വാക്ക് മനസ്സിലാവുന്ന കരുതുന്നു. അതായത് തല ഞാനെടുക്കും, വാല് നിനക്ക് നഷ്ടപ്പെടും, രണ്ടായാലും എനിക്ക് തന്നെ മെച്ചം. ഇതാണ് അതിൻ്റെ രീതി. ഇത് ഇന്തോനേഷ്യയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഫിലിപ്പൈൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തായ്ലൻഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിന്? വിയറ്റ്നാമിലും ചൈനയിലും വരെ ഇത് വർക്ക് ചെയ്യുന്നു. പിന്നെ വിയറ്റ്നാമിലും ചൈനയിലും സ്റ്റേറ്റ് കുറച്ചൊന്ന് ഇടപെടുന്നതുകൊണ്ട് കോമ്പൻസേഷൻ സ്റ്റേറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. സ്റ്റേറ്റ് ഇവിടെ ഇടപെടുന്നുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇടപെടലൊന്നുമില്ല. ഇതാണ് നടക്കുന്നത്. ഇതിന് പല പേരുകളും പറയും. അൺഈക്വൽ എക്സ്ചേഞ്ച് എന്ന് പറയാറുണ്ട്, തുല്യമല്ലാത്ത വിതരണം എന്നുള്ള പേര് പറയാറുണ്ട്, വാല്യൂ ചെയിൻസ് എന്നുള്ള പേര് പറയാറുണ്ട്. വാല്യൂ ചെയിൻസാണ് എനിക്ക് കൂടുതൽ ശരിയൊന്നും എനിക്ക് തോന്നുന്നു പ്രയോഗം അതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സംഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവൻ നടന്നു വരുന്നത്. ഇതിൻ്റെ അടിത്തറയിൽ കിടക്കുന്ന ഈ ICT ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ AI കൂടി വരുന്നതോടുകൂടി ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള മീഡിയം സർവീസ് കാഡറിൻ്റെ ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. മറ്റാകുമ്പോൾ അത്യാവശ്യം ഈ എന്താ പറയണ്ടത്, ഇത് കണക്ക് കൂട്ടാനും പിടിക്കാനും ഒക്കെ 4-5 ആളവിടെ ഇവിടെയൊക്കെ വേണം, അല്ലെങ്കിൽ കച്ചവടം നടക്കില്ല. ഇതൊക്കെ മറ്റേ ചങ്ങാതിയാരാ നമ്മുടെ AI നടത്തിക്കൊള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പോൾ വേറെ ആരുടെ ആവശ്യമില്ല. ക്ലീൻ, ഒരാളുടെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് സംഗതി നടക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നെറ്റ് ആയിട്ടുള്ള AI ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെറിയ ചിലവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മുഴുവനും അങ്ങനെ തന്നെ വാല്യൂ, ഒരു തരത്തിലുള്ള വാല്യൂ എറോഷനും ഇല്ലാതെ മുതലാളിയുടെ കയ്യിലെത്തും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സാങ്കേതിക വിദ്യകൾ എന്ന് പറഞ്ഞാലുണ്ട് ഉപയോഗം. സാങ്കേതിക വിദ്യകൾ നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം തെറ്റിദ്ധരിക്കരുത്. എന്താണ് സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഇപ്പം നടക്കുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്ന് മാത്രമേ പറയൂ. നമുക്ക് ഉപയോഗിച്ചുകൂടെ? ഉപയോഗിക്കാം. ആർക്കു വേണമെങ്കിൽ. AI അങ്ങനെയൊന്നുമില്ല. AI മുതലാളിത്തവും സോഷ്യലിസവും ഒന്നുമില്ല. ആർക്കു വേണമെങ്കിൽ ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യ ഇല്ലേ? ഓടുന്ന ട്രെയിൻ അറിയോ? അത് കൊണ്ടു നടക്കുന്ന ആരാ? നമ്പൂരിയാണോ ആരാണ് ട്രെയിനിൻ്റെ അകത്ത് പോകുന്നത് എന്നുള്ളതൊക്കെ അറിയില്ലല്ലോ. ട്രെയിനിനറിയില്ലല്ലോ. ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്തരത്തിൽ വരുമ്പോൾ വരുന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്ലോബൽ വിപണിയിലേക്ക് വരുമ്പോൾ ഈ ഉൽപാദനം എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുകയും അതിനെ ഏതാനും ചില മുതലാളിമാർക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന, കോർപ്പറേറ്റുകൾക്ക് അതിന് മുതലുകൾ നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.